നമ്മൾ കോഴിക്കോട് ലുലു മാളിൻ്റെ അടുത്താട്ടോ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് പോയതായിരുന്നു. അപ്പോൾ ഊണ് കഴിക്കാൻ സമയമായപ്പോൾ പിന്നെ വളയനാട് കിച്ചൺ, അപ്പോൾ അവിടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. കുറേ വിചാരിക്കുന്നു അവിടെ ഇങ്ങനെ കയറണം കേട്ടോ, ഒന്ന് പോയി നോക്കാം. കയറുമ്പോൾ തന്നെ അത്യാവശ്യം തിരക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഉള്ളിലും അത്യാവശ്യം തിരക്കുണ്ട്. ഞാൻ കിച്ചണിലേക്ക് ഒന്ന് കയറിയപ്പോൾ നല്ല ബിരിയാണി ലൈവ് പൊറോട്ട ആ സമയത്ത് ഇങ്ങനെ അടിക്കുകയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഊണ് കഴിക്കാനാണ് മൂഡ്. ഉണ്ട് നല്ല ചോറ്, അതിൻ്റെ കൂടെ സാമ്പാറും കൂടി കണ്ടപ്പോൾ പിന്നെ ഊണ് തന്നെ അവിടെ ഉറപ്പിച്ചു. പിന്നെ ഒരു 5-6 ടൈപ്പ് എന്താ പറയുക കൂട്ടും ചോറുണ്ട് കേട്ടോ, സൈഡ് ഐറ്റംസ്. അപ്പോൾ എന്തായാലും ഇല വെച്ചു. ഞാനും വൈഫും ഉണ്ട്, ഒറ്റ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. മോളെ ബർത്ത്ഡേക്ക് കുറച്ച് പേര് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ചോറ് വന്നു, നല്ല ചൂട്. ഇപ്പം ഇങ്ങനെ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്, നല്ല ചൂട് ചോറ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 6 സൈഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അച്ചാറ്, പുളി, അങ്ങനത്തെ കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതാ കറികൾ വന്നിട്ടുണ്ട്. മീൻകറി ഉണ്ടല്ലേ, കണ്ടാൽ തന്നെ അറിയാം ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ സാമ്പാർ, നമ്മൾ നേരത്തെ കണ്ടല്ലോ, സാമ്പാർ, മീൻകറി. മീൻ കഷ്ണം കിട്ടിയില്ലെങ്കിലും സാമ്പാറും മീൻകറി ഉണ്ട് കേട്ടോ. ഇത് കഴിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ മീൻ കഷ്ണം ഇതിൽ കിട്ടിയില്ല, വൈഫിൻ്റെ 2-3 കഷ്ണമുണ്ട്. ഒക്കെ ഒരു കഷ്ണം അതിലെടുക്കാം. നല്ല അടിപൊളി കറി കിട്ടും. പിന്നെ അതാ ഒരു കഷ്ണം ഞാൻ മെല്ലെ വൈഫിൻ്റെ ഇലയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമ്മളെ ചെമ്പാനയില അങ്ങനത്തെ സാധനമാണ്. എന്തായാലും നല്ല പുളിയുള്ള നല്ല ടേസ്റ്റ്. ആ ഒരു മീൻകറി മാത്രം മതി നമുക്ക് കേട്ടോ കഴിക്കാൻ. അപ്പോഴാണ് നമ്മളെ പൊരിച്ച സാധനങ്ങളൊക്കെ ആയിട്ട് വന്നത്. നെത്തല്, അയില, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. നമ്മളെ കൂന്തളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാനൊരു പപ്പൻസും എടുത്തു, കഷ്ണമീനും എടുത്തു, പിന്നെ ഒരു മത്തി. നമുക്ക് പിന്നെ മത്തിയാണല്ലോ, മത്തി ചെറിയ അയിലൊക്കെ ഇങ്ങനെ ഞെരിച്ച് പൊരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ മത്തി എടുത്തിട്ടുണ്ട്. ഒക്കെ സാമ്പാറൊന്ന് വെച്ച് നോക്കാം. ഞാൻ പറഞ്ഞേ നമ്മൾ കല്യാണ വീട്ടിലൊക്കെ ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല, കണ്ടാൽ തന്നെ അറിയാലോ സാമ്പാർ നന്നാവുള്ളൂ. പിന്നെ ചമ്മന്തി, പുളി, സൈഡ് ഐറ്റംസ് ഒരു 6 ടൈപ്പ് സൈഡ് ഐറ്റംസ് എല്ലാം കഴിച്ചു. അടിപൊളി സാധനം. പിന്നെ നമ്മളെ മത്തി പൊരിച്ച നല്ല ഞെരിച്ച് പൊരിച്ച ടൈപ്പ് കേട്ടോ. അതേപോലെ ആ ഒരു പപ്പൻസ് ഞാൻ വൈഫിൻ്റെ കഷ്ണം എടുത്ത് അതും കഴിച്ചു നോക്കി. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതുവരെ കണ്ടതിൽ എന്താ മനസ്സിലായിട്ടുണ്ടാവുക, അത് തന്നെ വളരെ സിമ്പിളാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഓവർ മസാലയോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ സാധാരണ ഇപ്പം എനിക്കിപ്പോൾ ഇത്രയും കഴിച്ചപ്പോൾ തോന്നിയത് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമല്ലേ, അതേപോലത്തെ ഒരു സാധനം, നാടൻ പരിപാടി. മോരും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക, പച്ചമുളകും കരിവേപ്പില അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ള ആ മോര് വരെ നല്ല മോരിൻ്റെ ടേസ്റ്റ് ഉണ്ട്. സാധാരണ വെള്ളം പറഞ്ഞ് തൈര് ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ എന്തായാലും കുറച്ചും കൂടി കറിയും ചോറൊക്കെ വാങ്ങട്ടെ. ചോറ് കാണില്ല, കുറച്ചും കറി എന്തായാലും വാങ്ങട്ടെ. സാമ്പാറും ആ മീൻ കറിയും കുറച്ചും കൂടി വാങ്ങാം എന്തായാലും. നല്ല പരിപാടി കേട്ടോ. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, അങ്ങ് കഴിക്കും, കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഈ ഒരു പുളി ഉണ്ടല്ലോ, അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വേറെ കട്ടിയൊന്നുമല്ല, നമ്മൾ സാധാരണ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതേപോലെ കഴിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കഴിച്ചു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓണർ, മൂപ്പരൊക്കെ വന്ന് കഥയൊക്കെ പറഞ്ഞു. അപ്പോൾ ശരി.